ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമ്മുടെ നിഫ്റ്റി ചാർട്ടാണിത്. നിഫ്റ്റി 5 മിനിറ്റ് ചാർട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണെങ്കിൽ ഇവിടെ പോയി ടച്ച് ചെയ്ത് പ്രൈസ് ആക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതുവരെ ടാർഗറ്റ് ഉണ്ട്. പക്ഷേ ഇന്ന് നല്ല ഒത്തിരി ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, 180 പോയിന്റ്സിന് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. സോ നമ്മുടെ ഈ ഏരിയ വരെ വന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സലായിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ ക്രിട്ടിക്കൽ ഏരിയ ആണ്. നാളെ ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ക്രോസ് ചെയ്ത് പ്രൈസ് ആക്ഷനോട് ക്രോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ടാർഗറ്റ് 24,900 ആ റേഞ്ച് വരെ, ഇതിന് കുറച്ച് താഴെ വരെ നിങ്ങൾക്ക് വയ്ക്കാം, 900 റേഞ്ച് വരെ വയ്ക്കാം. ഓക്കെ. സോ മുകളിലോട്ടാണെങ്കിൽ ഈ ഒരു ഏരിയ ആണെങ്കിൽ ഈ ഒരു ഏരിയ പ്രൈസ് ആക്ഷനോട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു 100 പോയിന്റ്സിൻ്റെ ടാർഗറ്റ് നിങ്ങൾക്ക് മുകളിലോട്ട് വയ്ക്കാം. അത്രയും മുകളിലോട്ട് കാണുന്നുള്ളൂ, കാരണം മുകളിലോട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, 500 ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 വരെയുള്ള ടാർഗറ്റ് നിങ്ങൾക്ക് മുകളിലോട്ട് വയ്ക്കാം. ഓക്കെ. സോ അതും കൂടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഈ ഒരു റേഞ്ച് മുകളിലോട്ട് ഈ ഒരു ഏരിയയിലാണെങ്കിൽ മുകളിലോട്ട് ഇതുവരെയുള്ള ടാർഗറ്റ് വയ്ക്കാം. അത് മുകളിലോട്ട്, അത് കഴിഞ്ഞുള്ള ടാർഗറ്റ് നെക്സ്റ്റ് ടാർഗറ്റ് പറഞ്ഞാൽ 26,670 ആണ്. ബട്ട് അത് നാളെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ. ഡെയിലി ചാർട്ട് നോക്കാം എങ്ങനെയാണെന്ന്. ഡെയിലി ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഇന്നും ഒരു ഡോജി ക്യാൻഡിലായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു താഴോട്ട് വരികയാണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് മീൻസ് പോസിറ്റീവ് മുകളിലോട്ട് തന്നെ പോയി. ഓക്കെ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഒരു പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ആയത്. ഇതിൻ്റെ താഴോട്ട് വരികയാണെങ്കിൽ ഇതിന് താഴെ 750 താഴോട്ട് വരികയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് 58,000 വരെ ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. സോ അതാണ് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്നും പോസിറ്റീവ് ആയിരുന്നു, 0.9% പോസിറ്റീവ് ആയിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഏരിയയിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഇവിടെ നിന്നൊരു ഒരു നെഗറ്റീവ് ഏരിയയിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് മാക്സിമം. സോ ഇവിടുന്ന് ഒരു കൺസോളിഡേഷൻ, ഷാർപ്പ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒരു കൺസോളിഡേറ്റ് ചെയ്ത് പതിയെ റിവേഴ്സലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ആണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പും പോസിറ്റീവ് ആയിരുന്നു, 1.22 കുറച്ചും കൂടെ പോസിറ്റീവ് ആയിരുന്നു നിഫ്റ്റി മിഡ് ക്യാപ്പ്. ആ ഒരു സപ്പോർട്ട് സോണിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊരു കൺസോളിഡേഷൻ, ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ചെയ്ത് പോവുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് പോസിറ്റീവ് ടെറിട്ടറിയിലോട്ട് പിന്നെ എൻ്റർ ആവും. ഓക്കെ. ബിറ്റ്കോയിന് ഒരു ചെറിയൊരു റിവേഴ്സൽ, ഇതിന് മുകളിൽ 96,000 മുകളിൽ ഇനി പോയാൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് എപ്പോൾ വേണോ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഏരിയ തന്നെയാണ്. ഓക്കെ. ലോങ് കൺസോളിഡേഷൻ ആണ് ബിറ്റ്കോയിൻ ഉണ്ടാവുന്നത് 2-3 മന്ത്സ് ആയിട്ട്. ഓക്കെ. സിൽവർ നോക്കാം. സിൽവർ ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഫർദർ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിനുള്ള ചാൻസ് ആണ് കാണുന്നത്. ചെറിയൊരു എംപേറ്റൺ പോലെ ഫോം ആയിട്ടുണ്ട്, ചെറിയ രീതിയിൽ ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഒരു പ്രോപ്പർ അല്ല, ചെറിയ രീതിയിൽ ബ്ലെൻഡ് ആയിട്ടുണ്ട്. സോ ഇതിന് താഴെ വരികയാണെങ്കിൽ ഒരു 90.3 താഴെ വരികയാണെങ്കിൽ ചെറിയൊരു സെൽ ഓഫ് കാണാം സിൽവറിൽ. ഗോൾഡിലാണെങ്കിൽ ഗോൾഡ് ഇപ്പോഴും പോസിറ്റീവ് ആണ്, ഒരു ബ്ലെൻഡിങ് ഒന്നും നടന്നിട്ടില്ല. ഒരു ബെൻഡിങ് നടക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഒരു എം പാറ്റേൺ പോലെ ഫോം ആവുകയാണെങ്കിൽ ചെറിയൊരു റിട്രേസ്മെന്റിനുള്ള ചാൻസ് വരുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സസും പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 0.53 അപ്പായിരുന്നു, ഡോക്ടർ റെഡ്ഡി 5.31, BL 3.76, അഡിയൻ 2.76 അപ്പായിരുന്നു, ഐഷ മോട്ടേഴ്സ് 1.32, ടൈറ്റൻ 1.4, SBI ലൈഫ് 1.48. എറ്റേണൽ CEO റിസൈൻ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് കണ്ടായിരുന്നു, പുതിയ CEO. അതുകൊണ്ടാണ് എറ്റേണൽ ഡൗൺ ആവണമെന്ന് തോന്നുന്നു. 2.47 ഡൗൺ ആയിരുന്നു. നെക്സ്റ്റ് 50 ജിൻഡൽ സ്റ്റീൽ 3.49, അദാനി ഗ്രീൻ 3.45, RECL ലിമിറ്റഡ് 3.23 അപ്പായിരുന്നു. ഡൗണിൽ എൻട്രിൻ 1.72, ലോത 4.31, ഹിന്ദുസ്ഥാൻ സിങ്ക് ഇന്ന് പ്രഷ്യസ് മെറ്റൽസ് ഒക്കെ ഡൗൺ ആയിരുന്നു. ഹിന്ദുസ്ഥാൻ സിങ്സും ഡൗൺ ആയിരുന്നു, 4.75 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓക്കെ, സ്മോൾ ക്യാപ്പ് 250 നോക്കാം. വെൽസ്പൺ 7.75, മിൻഡ കോപ്പ്
7.26 അപ്പായിരുന്നു. സ്നൈഡറും 7.22 അപ്പായിരുന്നു. ഓൺ സോഴ്സ് 6.04. PNB ഹൗസിംഗ് 7.8 ഡൗൺ ആയിരുന്നു. IIFL 15.19 നല്ലൊരു ഫോളാണ് IIFL ഉണ്ടായിരുന്നത്, ഡൗൺ ആയിരുന്നു. നമുക്ക് മിഡ് ക്യാപ്പ് 150 നോക്കാം. വാരി എനർജീസ് 9.67 അപ്പായിരുന്നു. ഇന്ത്യ NB 6.18. സോണോകോംസ് 5.75 അപ്പായിരുന്നു. ദൽ ഭാരത് 4%. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഇന്നലെ ഡൗൺ ആയിരുന്നു, എന്ന് തോന്നുന്നു. 4.31. സ്വിഗ്ഗി 4.35. കല്യാൺ ജുവലേഴ്സ് വീണ്ടും ഡൗൺ ആയിരുന്നു. ഇന്നലെ 12% ഡൗൺ ആയിരുന്നു. ഇന്നലെ അഗെയിൻ 4.56% ഡൗൺ ആയി. ഓക്കെ, സോ ഇതെല്ലാമാണ് ഇത്. നമുക്കൊന്ന് ഇൻഡെക്സിന് നോക്കാം. സെക്ടറൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി, ഓട്ടോ എല്ലാം പോസിറ്റീവ് ആയിരുന്നു. ബാങ്കും പോസിറ്റീവ് ആയിരുന്നു. എല്ലാം പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി റിയാലിറ്റി കണ്ടിന്യൂസ് ഡൗൺ ആവുന്നുണ്ട് ഒത്തിരി നാളായിട്ട്. ലാസ്റ്റ് ഐ തിങ്ക് 10 days ആയിട്ട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു നിഫ്റ്റി റിയാലിറ്റി. 0.74 ഡൗൺ ആയിരുന്നു. നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് 0.87 ഡൗൺ ആണ്. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.